അപ്പോൾ ഈ ഒരു സക്സസ് നീ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ബീഡി വർക്കാണ്, ബീഡി തൊഴിലാണ്. എപ്പോഴും പറയുന്നുണ്ട് ഒരു സർക്കാർ ജോലി എന്തായാലും വേണം, എന്നാലും നമുക്കൊരു വില ഉണ്ടാവുന്നു. സാമ്പത്തികമായിട്ട് കഷ്ടപ്പാട് വീടിയെല്ലാം നിറച്ച് ഇതാന്നല്ലേ, കഷ്ടപ്പെട്ടിട്ട് നല്ലോണം ഒരു ഭാരവും പിന്നെ ഇതാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അമ്മയും അച്ഛനും ആണ് നമ്മ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വരും. എത്ര ടഫായാലും എത്ര സമയം ഇരുന്നായാലും നമ്മളത് പഠിക്കും. കേരള PSC പരീക്ഷകളിൽ 1ാം റാങ്ക് നേടുക എന്നൊരു ശീലം സഹകാരിയുടെ ചുണക്കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിലും അത് തെറ്റിക്കുന്നില്ല. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ടോപ്പർ ആയിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ നമ്മുടെ പരിശീലന പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ടോപ്പും സെക്കൻഡും ഒക്കെ സഹകാരിയുടെ ചുണക്കുട്ടികൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൾക്കാരെല്ലാം അത്രത്തോളം സെൽഫ് മോട്ടിവേറ്റഡ് ആയി പഠിക്കാൻ തയ്യാറായി വരുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ മക്കളെ എന്തായാലും കൺഗ്രാജുലേഷൻസ്. മിഥുൻ കാസർഗോഡാണ് ഇതിന്റെ സ്ഥലം. അപ്പോൾ വരുന്ന കാര്യം പ്ലാൻ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നാണ് മിഥുനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. മിഥുൻ, നമുക്ക് ഈ ഒരു 1ാം റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 1ാം റാങ്ക് ടൈറ്റിൽ നഷ്ടപ്പെട്ടു. കാരണം ഓക്കെ, എന്നാൽ നമ്മൾ സ്റ്റേറ്റ് ടോപ്പർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് സ്റ്റേറ്റ് ടോപ്പർ എന്ന് പറയുമ്പോൾ ഒരു 60,000-ഓളം പേര് എഴുതുന്ന എക്സാമിനേഷൻ ആണ്. എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ CSCB ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇതിന്? PSCB ഞാൻ 1-2 ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ എഴുതി നോക്കിയായിരുന്നു. പിന്നെ ആ മേഖലയിട്ട് അതിന് പോയില്ല. PSC തന്നെയായിരുന്നു മെയിൻ. PSC വഴി ഒരു ഗവൺമെന്റ് ജോലി. അപ്പോൾ PSC എന്ന് പറയുന്ന മേഖലയിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് 90 മാർക്കിന് അതൊന്നും ഇല്ലാത്തൊരു ഏരിയയിലേക്ക് ഒരു ഫ്രഷർ ആയിട്ടാണ് മിഥുൻ കടന്നു വരുന്നത് അല്ലേ? എനിക്കൊന്നു സഹകരണ മേഖലയിൽ 3-4 വർഷമായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് മിഥുൻ മത്സരിച്ചുകൊണ്ട് ഈ ആദ്യ സ്റ്റേറ്റ് ടോപ്പർ എന്ന പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് നീ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്. ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ അധ്യാപകർ, ഇവിടെ മറക്കാൻ പറ്റൂല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സഹകാരി എന്ന സ്ഥാപനത്തിൽ എത്തിച്ചേർന്നതാണ്. അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സഹകാരിലേക്ക് എങ്ങനെ വന്നേ? ആദ്യം സഹകാരി ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ചാനലിലാണ്. യൂട്യൂബ് വഴി നിങ്ങളെ കുറെ വീഡിയോസ് കണ്ടിരുന്നു ക്ലാസ്സിന്റെ. അപ്പൊ അതുവഴി നമുക്ക് ക്ലാസ് ഒക്കെ നല്ലതാന്ന് തോന്നി. അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നോക്കി, അപ്പൊ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്ത് സഹകാരിയിലേക്ക് വന്നു. അപ്പൊ ഇതിനെ നമുക്ക് ഇത്തരത്തിൽ നമ്മളൊരു സക്സസിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് ആകുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയുള്ളത്. പിന്നെ ബ്രദർ ഉണ്ട്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ബീഡി വർക്കാണ്, ബീഡി തൊഴിലാണ്. ബ്രദർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ബ്രദർ ഇപ്പൊ ഒരു കമ്പനിയിൽ സെയിൽസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ വലിയൊരു കൂട്ടുകുടുംബമാണ് ഇതിന്റെ. അച്ഛമ്മ, അച്ഛച്ചൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഇളയപ്പൻ, ഇളയമ്മ എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ നമ്മുടെ മിഥുന്റെ ഫാമിലി നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അതിനോടൊപ്പം എനിക്ക് അമ്മയുടെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇവിടെ വരിക, നിങ്ങളെല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുക. ഇപ്പൊ അഡ്വൈസ് വന്നിരിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് സ്റ്റേറ്റ് വൈഡ് മകൻ 1ാമത് നിൽക്കുന്നു എന്നുള്ള സന്തോഷമാണ്. അപ്പൊ അവന്റെ ആ വഴികൾ എങ്ങനെയായിരുന്നു? ആ വഴികളിൽ അമ്മയ്ക്ക് എന്ത് സ്വാധീനമാണ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്? അമ്മയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്? അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടണമെന്നല്ലേ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതെ, ഓന്റെ ഇതിലൊന്നും തന്നെ അവൻ പഠിച്ച് എത്തിയത്. അമ്മ സപ്പോർട്ട് എപ്പോഴും പറയുന്നുണ്ട് ഒരു സർക്കാർ ജോലി എന്തായാലും വേണം, എന്നാലും നമുക്കൊരു വില ഉണ്ടാവുന്നു. സാമ്പത്തികമായിട്ട് കഷ്ടപ്പാട് വീടിയെല്ലാം നിറച്ച് ഇതാന്നല്ലേ, നമ്മ പറയില്ല. വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ ഉറപ്പായിട്ടും ഒരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. ഇതിന് യു ആർ വെരി ലക്കി ടു ഹാവ് സച്ച് എ കഷ്ടപ്പെട്ടിട്ട് നല്ലോണം ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടില്ലേ. അപ്പൊ അത്തരത്തിൽ ഭാഗ്യമുള്ള ഒരു മകനെ കൂടെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അമ്മയും അച്ഛനും ആണ് നമ്മ ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഏജ് എത്രയായി? 26. ഈ 26 വയസ്സ് ഇപ്പൊ നിലവിലുള്ള വർക്ക് ചെയ്യുന്നത് KSF അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് മിച്ചൻ. അപ്പോൾ അത് അവിടെ ഒരു 24-25 വയസ്സിൽ ജോലിക്ക് കയറുന്നു അല്ലേ? ഓക്കെ. സർക്കാർ ജോലി എന്നുള്ളൊരു ഡ്രീം നമുക്ക് വന്ന ഒരു ബേസ്, ഒരു അടിസ്ഥാനം എന്താണ് ഇതിന്? നമ്മള് ഡിഗ്രി കഴിയുമ്പോ തന്നെ നമുക്കൊരു ജോലി വേണമെന്നുള്ളൊരു വരുമല്ലോ. ഇങ്ങനെ പണ്ട് തൊട്ടേ ഇങ്ങനെ സർക്കാർ ജോലിയോട് നമുക്കൊരു ഇതുണ്ട്, ഒരു
ഇഷ്ടമുണ്ട്, അത് നേടണം എന്നുള്ള ചിന്തയുണ്ട്. ഇത് നേടാൻ കഴിയുമോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു അതിന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ. കാരണം ഇത്രയും വലിയൊരു ഫാമിലി Competition. ആരൊക്കെയാണ് സർക്കാർ ജോലിക്കാരൊക്കെ എത്ര പേരുണ്ട്? ഫാമിലിയില് ഇളയപ്പനാണ്. ഉം. ഇളയപ്പൻ KCB-ലാണ് വർക്ക് ചെയ്യുന്നത്. ആ. വേറെ അങ്ങനെ ആരും ഇല്ല. ഇളയപ്പനാണ് ഒരു മോട്ടിവേഷൻ. ആ. 21 വയസ്സിൽ തന്നെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നമ്മൾ സർക്കാർ ജോലി എന്നൊരു ലക്ഷ്യം മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. 24 അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ അഡ്വൈസ് കിട്ടുന്നു. അപ്പോൾ ഒരു 2 വർഷത്തെ പരിശ്രമം കൊണ്ട് മിഥുൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഡിഗ്രി ലെവലായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകൾ. അപ്പോൾ അതിന് എത്ര കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു? അതിന് ഇതന്നെ ഒരു ഇതേപോലെ continuous ആയിട്ടുള്ള പഠനമായിരുന്നു. ആ ആ എക്സാമിന് മാത്രം 1 വർഷത്തോളം. ഉള്ള പഠനമാണ്. അപ്പോൾ 1 വർഷത്തെ പഠനം കൊണ്ട് അത് ക്രാക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു പക്ഷേ പല വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ടാവും, കോച്ചിങ് എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഹകാരി വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് തോന്നിയ ഡിഫറൻസ് എന്താണ്? പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും എന്താണ് അത് ഫീൽ ചെയ്തത് സഹകാരിയെ പറ്റി? സഹകാരിന്ന് മെയിൻ ആയിട്ട് തോന്നിയ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ കണ്ടന്റ് തരും, നല്ല സാറുമാരായിരിക്കും, പഠിപ്പിക്കും. പക്ഷെ എങ്കിൽ സഹകാരിയിൽ വന്നപ്പോഴാണ് ഈ റിവിഷന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മളെല്ലാവരും പഠിക്കും, വീഡിയോ കാണും, എല്ലാം വായിക്കും. പക്ഷെ സഹകാരിയിൽ നമ്മൾ ആ പഠിക്കുന്ന സംഭവങ്ങൾ നമ്മളെ സെറ്റാക്കി വെക്കുക, ഒരു ഊട്ടി ഉറപ്പിക്കുന്നതിൽ അവര് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഡെയിലി എക്സാംസ് ഉണ്ട്, മന്ത്ലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, അതുപോലെ സബ്ജക്ട് വൈസ് എക്സാംസ് വേറെ ഉണ്ട്. പിന്നെ ടാലന്റ് ഹണ്ട് പോലുള്ള ഓപ്ഷൻസും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് നിരന്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നത് എന്തിനാണ്? കൃത്യമായിട്ട് MCQന് വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതൊരു ടീച്ചിങ് പ്രോസസ് അല്ല, കോച്ചിങ് പ്രോസസ്സാണ്. കോച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രാക്ടീസിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം പ്രാക്ടീസ് ചെയ്ത് ഒരു കാര്യം പഠിച്ചാൽ പോരാ, അത് എത്ര തവണ പ്രാക്ടീസ് ഉറപ്പിക്കാമോ അത്രയും ചെയ്തെടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ആ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം നമ്മൾ റിവേഴ്സ് റിവിഷൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൾറെഡി അറിയാലോ, ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 40 പോയിന്റ് ഉണ്ടെങ്കിൽ 60 ചോദ്യങ്ങളെങ്കിലും സ്റ്റേറ്റ്മെന്റ് അടക്കം നമുക്കൊരു ഡെയിലി എക്സാമിനേഷനകത്ത് കാണാം. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് എക്സാമിനേഷൻ എഴുതിയിട്ട് തെറ്റ് മനസ്സിലാക്കി പിന്നെ എക്സാമിനേഷൻ എഴുതി ഉറപ്പിക്കുന്ന സ്ട്രാറ്റജി എത്രത്തോളം ഇതിനത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? കാരണം നമ്മള് കുറെ മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമ്മള് ഇപ്പൊ ഓർക്കണമെന്നില്ല. ഇപ്പൊ ഒരു എക്സാംസ് എഴുതി അപ്പൊ അതില് നമ്മൾ എത്തോളം മെമ്മറി ടെസ്റ്റിംഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതില് തെറ്റിയ ആൻസേഴ്സ് നമുക്ക് ഏതൊക്കെയാണ് ഏരിയാസ് തെറ്റിയത്, അപ്പൊ ആ ഏരിയാസ് ഒന്നുകൂടി നോക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ റിവേഴ്സ് റിവിഷൻ നമ്മളെ കുട്ടികളുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ X or Y ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ബന്ധപ്പെടുത്തിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. അത് വ്യത്യസ്തമായ ഇടവേളകളിൽ റിപ്പീറ്റ് എഴുതി നമ്മളെ മനസ്സിൽ സെറ്റാക്കുന്ന പരിപാടിയാണ്. അതൊന്ന്. പിന്നെ അടുത്തത് അതുപോലെ വീക്ക്ലി എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് എത്ര പ്രാവശ്യം ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ട്? കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു മോട്ടിവേഷൻ വരും. കാരണം ഫസ്റ്റ് നമ്മൾ പേര് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് വേറൊന്നും മോട്ടിവേഷൻ കിട്ടാനില്ല. എക്സാംസും സാറിന്റെ ഒക്കെ ലൈവ് ക്ലാസ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ എനിക്കൊന്ന് നിങ്ങളൊരു സൗഹൃദ വലയം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? കാരണം ആദ്യ റാങ്കുകൾ വരുന്ന ആൾക്കാരുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? നിങ്ങളുടെ അപ്പൊ എനിക്ക് സഫ്ന അതുപോലെയുള്ള ആൾക്കാർ കുറെ പേരുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരം നമുക്ക് എല്ലാ ആഴ്ചയിലും സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഏത് കോഴ്സിൽ വന്നാലും ഓരോ ആഴ്ചയും നടക്കുന്ന മത്സരത്തിൽ ഭാഗമാക്കാവുക. ദിവസവും മത്സരമുണ്ട്, ദിവസവും ഡെയിലി എക്സാമിനേഷൻ മത്സരം തന്നെയാണ്. എഴുതിയിട്ട് റാങ്ക് നോക്കുമല്ലേ നമ്മൾ? എന്തായാലും ഡെയിലി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് നമ്മൾ ലീഡർ ബോർഡ് നോക്കും, നമ്മൾ എവിടെ നിൽക്കണം നോക്കും. അപ്പോൾ അങ്ങനെ പഠനത്തിന് എത്രത്തോളം എൻജോയബിൾ ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഓരോ ഓൺലൈൻ ക്ലാസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. ഇങ്ങനത്തുള്ള എക്സാംസിൽ നമ്മൾ നല്ല മാർക്ക് നേടുമ്പോൾ ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും, ഫസ്റ്റ് പേരൊക്കെ വരുമ്പോൾ അത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇപ്പോൾ ഒരു നിങ്ങൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നമ്മളെ ഒരു കാര്യത്തിലുള്ള അപ്രോച്ചിനെ കണക്കിരിക്കും അല്ലേ? ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമല്ല ടാലൻറ്റ് കണ്ട് പോലുള്ള പ്രാക്ടീസ് സെഷൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഇവിടുന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് കൂടെ ചെയ്ത് വരാനുള്ളൊരു മനസ്സും ആ എഫേർട്ട് ഇടാനുള്ളൊരു ഒരു മൈൻഡ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എൻജോയബിൾ ആക്കാൻ പറ്റുന്നതാണ്. സഹകാരിയിട്ട് വന്നപ്പോൾ മോനെ നമ്മുടെ മെന്റർഷിപ്പ് ആരാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? വിദ്യ മിസ്സായിരുന്നു. വിദ്യ നമ്മുടെ കണ്ണൂർ സ്വദേശിയാണ് വിദ്യ അല്ലേ? വിദ്യ ഇപ്പോൾ നിലവിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞു, ഇപ്പോൾ സഹകാരിയിലില്ല, ഇപ്പോൾ സഹകരണ ബാങ്കിൽ ജോലി കയറി കഴിഞ്ഞു. അവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മെന്ററും നല്ല സപ്പോർട്ടാണ്. അവർ നമ്മൾ ഡൗട്ടൊക്കെ ചോദിച്ചാൽ ആൻസർ
പറയും. ഇൻ കേസ് അവർക്ക് അറിയുന്നില്ലെങ്കിൽ സാറിനോട് ചോദിച്ചിട്ട് പറയാൻ. ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. പിന്നെ നമ്മളെ എക്സാമോട് അടുക്കുമ്പോൾ നമുക്ക് മെന്റേഴ്സിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, നൈറ്റ് ലൈവ് സെഷൻ, വെളുപ്പാങ്കാലത്തുള്ള ലൈവ്. അപ്പൊ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഓവറോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് റെക്കോർഡ് ക്ലാസ്സും അതുപോലെ ഡെയിലി എക്സാമും വീക്കിലി എക്സാമും അങ്ങനെ എക്സാമിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരങ്ങളിലുള്ള ടീച്ചേഴ്സിൻ്റെ റിവേഴ്സ് റിവിഷൻ എത്രത്തോളം നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നോ? എല്ലാം, ഒരു ക്ലാസ് മിസ് ചെയ്തിട്ടില്ല, എല്ലാ സെഷൻസ് അറ്റൻഡ് ചെയ്യും മാക്സിമം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തോന്നിയത് എന്താണ് നിനക്ക്? ഇതിനകത്ത് നമുക്കിപ്പോൾ കുറേ സെഗ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഈ കോച്ചിങ്ങിൽ. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് നമ്മളുണ്ടാക്കി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ചൂസ് ചെയ്യും. വീക്കിലി എക്സാമിനേഷൻ, അതുപോലെ റിവേഴ്സ് റിവിഷൻ എക്സാമിനേഷൻ, അതുപോലെ വൈകുന്നേരമുള്ള നമ്മുടെ ലൈവുകൾ 7-8:30 ലൈവ് സെഷൻസ്, പിന്നെ മെൻറ്റേഴ്സ് ലൈവ്, നമ്മൾ റെക്കോർഡ് ക്ലാസ്. ഇപ്പോൾ ഈ ഏത് എലമെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത്? ഏറ്റവും കൂടുതൽ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആണ് ശരിക്കും നമ്മൾ റിസൾട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ 5 കാര്യം പറഞ്ഞു, ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചതെങ്കിലും ഉണ്ടോ? ഏറ്റവും മിസ് ചെയ്യാത്തത് എക്സാം തന്നെയാണ്. ഓക്കെ. എല്ലാ എക്സാംസും എഴുതും. റൈറ്റ് സ്ട്രാറ്റജിയാണ്. എക്സാംസ് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് റൈറ്റ് സ്ട്രാറ്റജി. പൊതുവെ എല്ലാവരും മിസ് ചെയ്യാൻ സാധ്യതയുള്ളത് അത് തന്നെയാണ്. ഇവര് സഹകാരം വെച്ചാൽ ഒരു ടൈമിന് അത് ലോക്കാക്കി പോകുന്നത്, അതും കൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഇതിനെ സംബന്ധിച്ച പ്രശ്നമില്ല, പക്ഷെ പൊതുവെ നിങ്ങൾ മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും തരുന്ന ക്ലാസ്സിൻ്റെ പരീക്ഷ 48 മണിക്കൂറിന് എഴുതിയില്ലെന്നുണ്ടെങ്കിൽ കിട്ടുകയില്ല. അപ്പോൾ അത് നമുക്ക് ഈ റിസൾട്ട് ഒരു 10 പേര് വരാൻ പറ്റുന്ന റാങ്ക് ലിസ്റ്റിൽ 15 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്താൻ ഉറപ്പായിട്ട് സഹായിച്ചിട്ടുണ്ട്. മടി പിടിക്കാതെ മുന്നോട്ട് പോകുന്ന പരിപാടി. വീക്കിലേക്കും ഉണ്ട് ടൈം ലിമിറ്റും ഉണ്ട്. അപ്പോൾ ടൈം ലിമിറ്റ് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ആരും വരാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു മത്സര പരീക്ഷയാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ OMR പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ OMR പ്രാക്ടീസ് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോനെ? OMRന്റെ ഒരു ബുക്ക്ലെറ്റ് വാങ്ങിച്ചു, അതിൽ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തന്നെയാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുപോലെ 1ാം റാങ്കിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സാം ഹാളിലെ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് വളരെ റിലവൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഉറപ്പായിട്ടും PSC മൈൻ ഗെയിംസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇച്ചിരി പാടാണെങ്കിൽ എളുപ്പം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്ലാൻസ്? നമ്മൾ ഈ കുറെ OMR എക്സാം എഴുതിയതിന് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ എത്ര പറഞ്ഞാലും നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കും, നമുക്ക് ടെൻഷൻ വരും. അപ്പൊ അത് കുറക്കാനുള്ള കുറെ സെഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു, ലൈവ് സെഷൻസ്. പരീക്ഷ തലയ്ക്കും തലേദിവസം തന്നെ നമ്മൾ ഒരു അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യണം അല്ലേ, ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഹാളിൽ ചെന്നപ്പോഴത്തേക്കും? കുറെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി. നമുക്ക് ചാൻസ് എടുത്തായിരുന്നു, റിസ്ക് എടുത്തായിരുന്നു. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് സമയം കിട്ടിയായിരുന്നു? സമയം കിട്ടിയായിരുന്നു. എല്ലാം ഇങ്ങനെ അറിയാത്ത നമ്മൾ അവിടെ ഡൗട്ട് ചെയ്ത് വെക്കും, വിട്ട് വെക്കും, ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. പിന്നെ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് വിട്ടു. IT-ലൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒട്ടും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി മറ്റുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയിട്ടിരുന്നു. വെരി ഗുഡ്. പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഫീൽ ചെയ്യാൻ മറന്നുപോയി? പരീക്ഷ കഴിഞ്ഞ് മാർക്ക് നോക്കിയപ്പോൾ നല്ല കോൺഫിഡൻസ് വന്നു. പ്രത്യേകിച്ച് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 80+ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒരു മികച്ച റാങ്കിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് അന്നേ വന്നു. ആ സമയത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനും പറ്റും, അതുപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഓരോ വീക്കിലി എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്താറായില്ലേ എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തുടക്കം തൊട്ടേ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഹാൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഈ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു? അതുപോലെ നമുക്ക് ആ ഒരു 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലേ? 13 ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ സഹായിച്ചു തന്നെ? ഇന്റർവ്യൂവിന് ആദ്യം കുറച്ച് ഉറപ്പ് കളിച്ചു എക്സാം കഴിഞ്ഞ ഉടനെ, കാരണം ലിസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ മാർച്ച് ഒക്കെ ആയപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത്. അപ്പൊ അന്ന് തൊട്ട് തന്നെ നമ്മള് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്റർവ്യൂവിന്റെ മെയിൻ ആയിട്ട് ഓൾറെഡി പഠിച്ച സാധനങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം, ഒന്ന് പുഷപ്പ് ചെയ്യാം. കാരണം കുറേകളും മറക്കും നമ്മൾ സ്വാഭാവികമായിട്ടും. പ്രത്യേകിച്ച് ആക്ട് ആൻഡ് റൂൾസിന്റെ ഭാഗത്തൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത്, കാരണം നമുക്ക് സർവീസിൽ കയറിയാലും എന്തായാലും ആവശ്യമുള്ള സാധനം. പിന്നെ നമ്മളെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ്, ഇപ്പൊ അക്കൗണ്ടിംഗ് ഒന്നും സിലബസിൽ ഇല്ല, അതൊക്കെ നോക്കിയായിരുന്നു. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തേക്ക് നമുക്കൊരു ഓഫ്ലൈൻ സെഷൻ ആയിരുന്നു. ട്രിവാൻഡ്രത്തേക്ക് വന്ന്
ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ PSC ഇൻ്റർവ്യൂവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? നമ്മുടെ സാഗരയുടെ ഇൻ്റർവ്യൂവും അതുപോലെ PSC ഇൻ്റർവ്യൂവും തമ്മിൽ? സത്യം പറഞ്ഞ സഹകാരിയുടെ ഇന്റർവ്യൂ ടഫായി തോന്നിയത്, BSc ഇന്റർവ്യൂ അത്രത്തോളം ടഫായിരുന്നില്ല. ഓക്കെ, അതൊരു എന്നാലും നമുക്ക് ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു കുറെ PSc എക്സാംസ് എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് പോസ്റ്റ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് PSCയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. കാരണം ഓൺലൈൻ വേണ്ട, ഓൺലൈൻ നമുക്കത്തോളം ശരിയാവില്ല എന്ന് തോന്നി. കാരണം ഫിസിക്കൽ നമുക്കൊരു എക്സാക്ട് ഇന്റർവ്യൂവിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ അത്തരത്തിൽ എന്തായാലും വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുകയാണ് മിഥുനെ സംബന്ധിച്ച്. മിഥുനെ നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? PSc ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമല്ല, നിങ്ങൾക്ക് ആ ജോലി ഒരു അത്യാവശ്യമായിട്ട് തോന്നണം. ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വരും. എത്ര ടഫായാലും എത്ര സമയം ഇരുന്നായാലും നമ്മളത് പഠിക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ PSc ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട്, പ്രത്യേകിച്ച് സഹകരണ മേഖലയിലുള്ള ജോലി നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സഹകാരിയിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസ നേരുകയാണ്. ഇനിയും സഹകരണ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി സഹകരണ മേഖലയുണ്ട് അല്ലേ? PSCB ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. മിഥുനോടൊപ്പം